യേശുവിനോടൊപ്പമുള്ള യാത്ര. സമ്പൂർണമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ജീവിതം. മർക്കോസ് 12:17 യേശു അവരോട്, കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പിൻ എന്ന് പറഞ്ഞു. യേശുവിനോടൊപ്പമുള്ള യാത്രയിൽ നമുക്ക് വേണ്ടുന്നത് സമർപ്പണമുള്ള ജീവിതമാണ്. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരായ നാം പൂർണ്ണമായി ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ജീവിക്കുന്ന ജീവിതം നയിക്കണം. നമുക്ക് വേണ്ടി ക്രിസ്തു യാഗമായി തീർന്നതുകൊണ്ട് നാം നമുക്കുള്ളവരല്ല, നാം ക്രിസ്തുവിൻ്റെ വകയാണ്. സമർപ്പണം എന്നത് സമ്പൂർണ്ണ അനുസരണത്തെ സൂചിപ്പിക്കുന്നു. കർത്താവ് നമ്മോട് എന്തു പറയുന്നുവോ അത് അതേപോലെ ചെയ്യുവാൻ ദൈവം നമ്മെ ഇന്നും ഓർമ്മിപ്പിക്കുന്നു. ദൈവം നമ്മോട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ സാധിച്ചില്ലെങ്കിലും വിശ്വാസത്തോടെ നാം പ്രവർത്തിക്കുമ്പോൾ കർത്താവ് വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് വിശ്വാസത്തോടു കൂടിയ ആശ്രയവും സമ്പൂർണ്ണ സമർപ്പണവുമാണ്. ക്രിസ്തുവിൻ്റെ വാക്ക് കേട്ട് അനുസരിച്ച് കർത്താവിന് മഹത്വം കൊണ്ടുവരുന്ന ജീവിതം നയിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. യേശുവിനോടൊപ്പമുള്ള ഈ യാത്രയിൽ നമ്മെ തന്നെ താഴ്ത്തി കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാൻ, ദൈവം ദാനമായി നൽകിയ കഴിവുകൾ ദൈവനാമ മഹത്വത്തിനായി സമർപ്പിക്കാം. അങ്ങനെ സമർപ്പണവും അനുസരണവുമുള്ള ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കൃപയും സ്നേഹവും നിറഞ്ഞ സ്വർഗീയ പിതാവേ, ഈ പുതിയ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഞങ്ങളെ തന്നെ ഈ ദിവസത്തിൽ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കഴിവുകളും അങ്ങ് ദാനമായി നൽകിയ കൃപകളും എല്ലാം അങ്ങയുടെ നാമ മഹത്വത്തിനായി ഉപയോഗിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഞങ്ങളെ തന്നെ താഴ്ത്തി വിനയപ്പെടുത്തുന്നു. വന്നുപോയ കുറവുകൾ ക്ഷമിക്കണമേ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.